സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. മലയാള സർവകലാശാല ആരംഭിച്ചത്, അതിനു മുമ്പേ സംസ്കൃത സർവകലാശാല ആരംഭിച്ചത്, കേരളത്തിൽ കാർഷിക സർവകലാശാല ആരംഭിച്ചത്, ഓരോ സർവകലാശാലകളും കേരളത്തിൽ പ്രത്യേക വിഷയങ്ങളിൽ ആരംഭിക്കുന്നത്, കുഫോസ് ആരംഭിച്ചത്, അങ്ങനെ ഓരോ വിഷയങ്ങളിൽ പ്രത്യേക വിഷയങ്ങളിൽ സർവകലാശാലകൾ ഇവിടെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ സമൂഹത്തിന് വലിയ മാറ്റമുണ്ടാക്കി കൊടുക്കുവാനാണ്. അങ്ങനെ നോക്കുമ്പോൾ മലയാള ഭാഷയുടെ പരിവർത്തനത്തിന് വേണ്ടിയും ഇംഗ്ലീഷിൽ നിന്ന് മലയാള ഭാഷയെ ഇംഗ്ലീഷിൽ നിന്നുള്ള വാക്കുകൾ തർജ്ജമ ചെയ്യാനും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിനെ മലയാളികളുടെ മാതൃഭാഷ എന്നുള്ള നിലയിൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കാനുമുള്ള മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ മുതൽ ഉള്ളൂർ, വള്ളത്തോൾ, ആശാൻ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ എല്ലാവരുടെയും, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, പിന്നെ നമ്പ്യാർ തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും, സകലവരുടെയും ഭാഷാപിതാക്കന്മാരുടെയും അതുപോലെ മൺമറഞ്ഞു പോയ എല്ലാ സാഹിത്യകാരന്മാരുടെയും ഒക്കെ സംഭാവനകളും മലയാളത്തിലുള്ള എല്ലാ കാര്യവും പഠിപ്പിച്ചുകൊണ്ട് മലയാളിയാക്കാനാണ് മലയാളി സർവകലാശാല തുടങ്ങിയത്. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ നാടിൽ തിരൂരിൽ തുടങ്ങിയത്. നിർഭാഗ്യവശാൽ അതുമാത്രം നടക്കുന്നില്ല, അവിടെയും കുറേ കോഴ്സുകൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ മലയാള ഭാഷയുടെ പരിപോഷണത്തിന് വേണ്ടി എന്ത് നടക്കുന്നു? അതിനിടയിലാണ് അവിടെ ഒരു സെമിനാർ നടന്നത്. സെമിനാർ നടത്തിയ വേളയിൽ എസ് എഫ് ഐക്കാരുടെ സെമിനാറാണോ എന്ത് സെമിനാർ എന്നുള്ളത്, എന്തായാലും എസ് എഫ് ഐക്കാർ ഒരു മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുണ്ട്, രാമൻ മര്യാദാ പുരുഷോത്തമനാണോ, രാമൻ സീതയെ കാട്ടിൽ കളഞ്ഞവനല്ലേ എന്ന്. എത്ര വികലമാണ് കുട്ടികളെ നിങ്ങൾ രാമായണ മാസത്തിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത്. ഇന്നും കൂടെ കഴിയുമ്പോൾ രാമായണ മാസം അവസാനിക്കും. നാളെ ചിങ്ങമാസമാണ്, ചിങ്ങത്തിൻ്റെ പൊൻപുലരിയാണ്. രാമൻ എന്തിനാണ് സീതയെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത്? ഉപേക്ഷിച്ചതാണോ? വളരെ കൃത്യമായ രാമായണം പഠിക്കാതെ മനസ്സിലാക്കാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഹൈന്ദവ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന, ഉപനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് എവിടെന്നെങ്കിലും കേട്ടുകേൾവി ഉണ്ടാവി നിങ്ങൾ സഖാക കളിക്കുന്നത്? എസ് എഫ് ഐ പോലുള്ളൊരു പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല. നിങ്ങളുടെ മൂത്താപ്പിയായിട്ടുള്ള ജി സുധാകരൻ അവർകളോടൊന്ന് ചോദിക്കണം, മുൻ മന്ത്രി ജി സുധാകരൻ അവർകളോട്. അദ്ദേഹം രാമായണം നന്നായി വായിക്കുന്ന ആളാണ്. ഗൗരിയമ്മ മരിച്ചുപോയി, നന്നായി രാമായണം വായിച്ചിരുന്ന ആളാണ്. അവരോടൊന്ന് ചോദിക്കണം. ഇനി പറ്റിയില്ലെങ്കിൽ, നിങ്ങളുടെ പാർട്ടിയിൽ ആളില്ലെങ്കിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ കണ്ണൂർ തന്നെ ഉള്ള ആളാണ്, പന്ന്യൻ രവീന്ദ്രനോടൊന്ന് ചോദിക്കണം. സി പി ഐയുടെ അതിനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തെക്കുള്ളവരാണെങ്കിൽ മുല്ലക്കര രത്നാകരനോടൊന്ന് ചോദിക്കണം, മുൻ കൃഷിമന്ത്രി. അവരോടൊക്കെ ഒന്ന് ചോദിക്കൂ, എന്താണ് രാമായണത്തിൽ രാമൻ സീതയുമായിട്ടുള്ള ബന്ധമെന്നും അതെങ്ങനെ സംഭവിച്ചുവെന്നും. സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്ന് പാശ്ചാത്യ സാഹിത്യത്തിൽ പറയുമ്പോൾ അത് വായിക്കുന്ന നമ്മൾക്കത് ബർമുഡ. രാമൻ്റെ കാര്യം കേൾക്കുമ്പോൾ വള്ളിനിക്കർ. എന്തൊരു രാജ്യമാണിവിടെ! രാമൻ സീതയെ ഉപേക്ഷിച്ചു എന്ന് എവിടെയാണ് പറയുന്നത്? നമ്മൾ എഴുതി പിടിപ്പിച്ചതാണ് രാമൻ സീതയെ ഉപേക്ഷിച്ചതെന്ന്. രാമനും സീതയുമായുള്ള ഐക്യത്തിൻ്റെ ഭാഗമായി രാമൻ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ, രാമൻ ഒരു ഭർത്താവ് മാത്രമല്ല, ഒരു അച്ഛൻ, പിതാവ് മാത്രമല്ല, ഒരു ഭരണാധികാരിയാണെന്ന് ഉള്ള നിലയിൽ രാമൻ എന്ന കഥാപാത്രത്തെ വാൽമീകി അവതരിപ്പിക്കുന്നത് സത്യത്തിൻ്റെ സ്വത്വമായിട്ടാണ്. സത്യത്തിന് വേണ്ടി ഒരു മനുഷ്യ ജന്മമെടുത്ത ഒരാളിന് ഏതുവരെ പോകാമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി, മാനവരാശിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി വന്നത്. അതുപോലത്തെ സത്യത്തിൻ്റെ ഒരു വിശ്വരൂപമായിരുന്നല്ലോ. അവരൊക്കെ ഈ ഭൂമിയിൽ വന്നത് നമ്മെ പഠിപ്പിക്കാനാണ്, എങ്ങനെയാണ് ഏതുവരെ ഈ സത്യത്തിന് വേണ്ടി നിലനിൽക്കൊള്ളാം. അങ്ങനെ ഒരു രാജാവ് സത്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുമ്പോൾ സ്വന്തം ഭാര്യയെപ്പോലും മാറ്റി നിർത്തേണ്ടി വരുന്ന, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ കൊണ്ട് താമസിപ്പിക്കേണ്ടി വരുന്ന, ഉപേക്ഷിക്കുന്ന വാക്കില്ല, മറ്റൊരു സ്ഥലത്തെ കൊണ്ട് താമസിപ്പിക്കേണ്ടി വരുന്നൊരവസ്ഥ വന്നത് എങ്ങനെ? അഗ്നിശുദ്ധി പോലും വരുത്തി വന്നിട്ടുള്ള സീത മോശമാണെന്നുള്ള നിലയിൽ കുളിക്കടവിൽ പറഞ്ഞു കേട്ടുകൊണ്ട് അത് രാമൻ്റെ അടുത്തെത്തുകയും, അങ്ങനെയാണെങ്കിൽ അത് സീതയുമായി ചർച്ച ചെയ്യുകയും, അപ്പോൾ സീതയാണ് പറയുന്നത്, ഞാൻ ആശ്രമത്തിൽ, കാട്ടിലേക്കൊന്നുമല്ല ഉപേക്ഷിച്ച് ഞാൻ ആശ്രമത്തിൽ പോയി താമസിക്കാം കുറച്ചു കാലം, അത് കഴിയുന്നതുവരെ, ഈ വിവാദങ്ങളൊക്കെ ഒഴിയുന്നതുവരെ ഞാൻ ആശ്രമത്തിൽ പോയി താമസിക്കാമെന്ന് പറഞ്ഞ് ലക്ഷ്മണനെയും കൂടി കൂട്ടിവിട്ടാണ് ആശ്രമത്തിലേക്ക് അയക്കുന്നത്. ആശ്രമത്തിൽ വിളിച്ച് അവിടുത്തെ ഋഷിയോട് വിളിച്ച് പറയുകയും സന്യാസിയോട് പറയുകയും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി പോകുമ്പോൾ രാമൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണുനീർ വീഴുന്നുണ്ട് രാമായണത്തിൽ. പ്രിയ കുട്ടി സഖാക്കളെ, നിങ്ങൾ ആ കണ്ണുനീരിൽ എരിഞ്ഞു പോകും, ഭസ്മമാകും. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നിങ്ങളില്ല, കേരളത്തിൽ മാത്രമാണ് ആകപ്പാടെ ഉള്ളത്. അതിപ്പോൾ കണ്ണൂരൊക്കെയാണ് കുറച്ച് പേരുള്ളത്. നിങ്ങൾ കരിഞ്ഞു പോകും. കാരണം രാമൻ്റെ കണ്ണുനീർ തുള്ളി ഉണ്ടല്ലോ. രാമൻ സങ്കടത്തോടു കൂടിയാണ് അവിടെ അദ്ദേഹം ഭരണാധികാരി മാറി ഒരു പിതാവാകുന്നു, ഭർത്താവാകുന്നു. അവിടെ അദ്ദേഹം വളരെ കൃത്യമായ കണ്ണുനീർത്തുള്ളികളോടാണ് സീതയുടെയും കൂടി അനുവാദത്തോടു കൂടി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഒരാശ്രമത്തിലേക്ക് സീതയെ മാറ്റി താമസിപ്പിക്കുന്നത്. ഇങ്ങനെ ചരിത്രം കിടക്കുമ്പോൾ സീതയെ ഉപേക്ഷിച്ച രാമൻ മര്യാദ പുരുഷോത്തമനാണോ എന്ന് ചോദിക്കുന്ന നിങ്ങൾ എന്താണ് കുട്ടി സഹാക്കളെ ചോദിക്കുന്നത്? രാമായണം പഠിക്കുക, മഹാഭാരതം പഠിക്കുക. ലോകത്തിലെല്ലാ സർവകലാശാലകളിലും മഹാഭാരതവും ഭഗവത്ഗീതയും പഠിപ്പിക്കുമ്പോൾ നിങ്ങളിവിടെ നാലാംകിട രാഷ്ട്രീയം കളിക്കരുത് സഹാക്കളെ. കുട്ടി സഹാക്കളെ,
നമുക്ക് രാമായണത്തെ പുനർവായിക്കാം, രാമനെ പുനർനിർവചിക്കാം. നിങ്ങൾ പഠിക്കണം രാമനെ, രാമൻ്റെ സീതയെ പഠിക്കണം, രാമൻ എന്ന ഭരണാധികാരിയെ പഠിക്കണം, രാമൻ എന്ന മനുഷ്യനെ പഠിക്കണം, രാമൻ സത്യത്തിന് ഏതുവരെ പോയി എന്നും പഠിക്കണം, എങ്ങനെയാണ് മാനവരാശിക്ക് അത് കഴിയൂ എന്ന് പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് കാമവും ക്രോധവും ലോഭവും മദ്യവും മദിരാശിയും അതുപോലെ തന്നെ സത്യവും അധർമ്മവും എല്ലാം കഴിയുന്നൊരു സമൂഹത്തിൽ ഒരു മനുഷ്യന് ഏതുവരെ ധർമ്മത്തിന് വേണ്ടി പോകാം, ഏതുവരെ സത്യത്തിന് വേണ്ടി പോകാമെന്നുള്ള ഒരു ചിന്തയുടെ സ്വത്വമാണ് രാമൻ എന്ന് തിരിച്ചറിയണം. സഖാക്കളെ, നിങ്ങൾക്ക് ലാൽ സലാം.